മലബാറിന് പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ബാച്ചുകളുടെ കണക്കുകൾ നിരന്തരം നമ്മൾ ഈ ഡിസ്കഷൻ വന്ന കാലങ്ങളിലൊക്കെ ഈ ബാച്ചുകളെക്കുറിച്ചുള്ള ചർച്ചകൾ വരാറുണ്ട്. എത്ര കാലമായോ ഈ സീറ്റ് ക്ഷാമത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നു, അത്രയും കാലമൊക്കെ എവിടെയാണ് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്, എവിടെയാണ് അധികം ബാച്ചുള്ളത്, ആളില്ലാത്ത ബാച്ചുള്ളത് എവിടെയാണ് എന്നുള്ള ചർച്ചകളൊക്കെ എല്ലാ കാലത്തും വരാറുണ്ട്. അപ്പോൾ ഈ എന്തുകൊണ്ടായിരിക്കും സർക്കാരിന് ഇങ്ങനെ ആലോചിക്കാൻ പറ്റാത്തത്? ഈ ബാച്ചുകൾ റീഓറിയൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്യണം, എവിടെയാണോ കൂടുതലുള്ളത് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ സർക്കാർ പ്രധാനമായിട്ടും പറയുക ഇതൊരു ഫിനാൻഷ്യൽ ബേർഡനാണ്, കൂടുതൽ ബാച്ച് അനുവദിച്ച് കഴിഞ്ഞാൽ കൂടുതൽ അധ്യാപകർ അനുവദിക്കണം, അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം, അപ്പോൾ അത് ഫിനാൻഷ്യൽ ബേർഡനാണ് എന്നൊക്കെയാണ് അവർ പറയുക. ഈ ഹ്യൂമൻ റിസോഴ്സിൻ്റെ കാര്യത്തിലെങ്കിലും ഒരുപക്ഷെ ഈ ബാച്ചുകളെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബാധ്യത സർക്കാരിന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? ഒരു 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 പൊളിറ്റിക്കൽ വില്ലില്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാര്യം മാത്രമല്ല, അപ്പോൾ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അന്നും ഈ ബാച്ചുകൾ ഇങ്ങോട്ട് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ വില്ലില്ല എന്നുള്ളതാണോ പ്രധാനപ്പെട്ട പ്രശ്നം? അതിനൊരു ഉദാഹരണം, ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് തന്നെ കോളേജുകൾ അനുവദിച്ചു. അത് പിന്നീട് പിണറായി സർക്കാർ വന്ന സമയത്താണ് അതിൻ്റെ ബാക്കി പണികളൊക്കെ നടന്നത്. എല്ലാ കെട്ടിടവും ഉണ്ടാക്കി, മുറിയുണ്ടാക്കി, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടല്ല പലപ്പോഴും പലതും വരുന്നത്, പിന്നാലെ വരുന്നതാണ്. അപ്പോൾ ആ അലോട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ള താൽക്കാലികമായിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ +1 വരുന്ന കാര്യം പോലും അങ്ങനെ ചെയ്യാവുന്നുള്ളൂ. നമുക്കറിയാലോ, നമ്മുടെ കോഴിക്കോടുണ്ടല്ലോ ഷിഫ്റ്റ് സംവിധാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂൾ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ആയിരക്കണക്കിന് കുട്ടികൾ പുറത്തു നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അങ്ങനെയുള്ള ബദൽ സംവിധാനത്തിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്? പിന്നെ നേരത്തെ പറഞ്ഞ അതേ കാര്യം, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ചങ്ങലയിട്ട് മുറുകിയ പോലെ എന്താണ് അത്? ഈ അധ്യാപക സംഘടനകളെയാണോ ഭയക്കുന്നത്? ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു സംശയമായി തന്നെ നിലനിൽക്കുകയാണ്.